അന്താരാഷ്ട്ര വിപണിയിൽ പുതുതലമുറ സോറന്റോയെ അവതരിപ്പിച്ച് കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ മോട്ടോഴ്സ് ആഴ്ചകളോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് വാഹനം വിപണിയിലേക്ക് എത്തുന്നത്. 2020 ജനീവ ഇന്റർനാഷണൽ മോട്ടോർ ഷോയിൽ ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങിയ പുതിയ സോറന്റോ വരും മാസങ്ങളിൽ വിൽപ്പനയ്ക്കെത്തും. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് മോട്ടോർ ഷോ റദ്ദാക്കുകയായിരുന്നു. ജീപ്പ് കോമ്പസ്, ഹ്യുണ്ടായി ട്യൂസോൺ, ഫോക്സ് വാഗൺ, ടി-റോക്ക്, വരാനിരിക്കുന്ന സിട്രോൺ C5 എയർക്രോസ് എന്നിവയ്ക്കെതിരെ മത്സരിക്കാനുള്ള കഴിവ് കിയ SUV-ക്കുണ്ട് എന്നതിനാൽ സമീപഭാവിയിൽ സോറന്റോ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2021 മോഡൽ കിയ സോറന്റോയ്ക്ക് നിരവധി കോസ്മെറ്റിക് പുനരവലോകനങ്ങൾ ലഭിക്കുന്നു. ഇത് സമഗ്രമായി പരിഷ്കരിച്ച ക്യാബിന്റെ സവിശേഷതകളും വർദ്ധിച്ചുവരുന്ന മത്സരത്തിന് മറുപടിയായി ഒരു വലിയ ഫീച്ചറുകളുടെ പട്ടികയും വാഗ്ദാനം ചെയ്യുന്നു. 4ാം തലമുറ കിയ സോറന്റോ സ്റ്റൈലിംഗിന്റെ കാര്യത്തിൽ പല വിധത്തിൽ മുൻനിര ടെല്ലുറൈഡിനോട് സാമ്യമുള്ളതിനാൽ മുൻവശത്ത് വലിയ ടൈഗർ നോസ് ബ്ലാക്ക് ഗ്രിൽ, ക്രോം ചുറ്റുപാടുകൾ, ഷാർപ്പ് LED ഹെഡ്ലൈറ്റുകൾ, സ്റ്റൈലിഷ് LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ, ഫോഗ് ലൈറ്റുകളുള്ള ആക്രമണാത്മക ഫ്രണ്ട് ബമ്പർ എന്നിവ പ്രദാനം ചെയ്യുന്നു. ഹ്രസ്വ ഓവർഹാങ്ങുകളും വലിയ എയർ ഇൻടേക്കുകളും വാഹനത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. മുൻവശത്തെ പോലെ പിന്നിൽ ലംബമായി സ്ഥാപിച്ചിരിക്കുന്ന LED ടെയിൽ ലൈറ്റുകൾ, ഇന്റഗ്രേറ്റഡ് സ്പോയിലർ, പുതിയ ബമ്പർ എന്നിവയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 10.12 ഇഞ്ച് വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും പ്രീമിയം ടച്ചുകളുള്ള ലെയർ ഡാഷ്ബോർഡും ഉൾപ്പെടുന്നതാണ് പ്രീമിയം SUV-യുടെ അകത്തളം. സെൻട്രൽ കൺസോളിൽ ലംബമായ എയർ കണ്ടീഷനിംഗ് വെന്റുകളുണ്ട്. ലെതറിൽ പൊതിഞ്ഞ സ്റ്റിയറിംഗ് വീലിൽ നിയന്ത്രണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഫിസിക്കൽ ബട്ടണുകളുടെ ഉപയോഗം കുറവായതിനാൽ 2021 കിയ സോറന്റോയ്ക്ക് വിവിധ ഡിജിറ്റൽ 12.3 ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വ്യത്യസ്ത പ്രതലങ്ങളിലേക്ക് ടാൻ ലെതറും ഫിനിഷും നൽകിയിരിക്കുന്നു. വിദേശ വിപണികളിലെ എഞ്ചിൻ ഓപ്ഷനുകൾ തന്നെയായിരിക്കും ഇന്ത്യയിലും അവതരിപ്പിക്കുക. 1.6 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ, 1.49 കിലോവാട്ട്സ് ലിഥിയം അയൺ പോളിമർ ബാറ്ററി പാക്ക്, 44.2 കിലോവാട്ട് ഇലക്ട്രിക് മോട്ടോർ എന്നിവയുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. ഇത് 230 bhp കരുത്തിൽ 350 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമാണ്. കൂടാതെ ഒരു പുതിയ ഹൈബ്രിഡ് യൂണിറ്റും വാഹനത്തിൽ ഉൾപ്പെടുന്നു. കുറഞ്ഞ വേഗതയിൽ പ്രകടനം വർദ്ധിപ്പിക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി തുടർച്ചയായ വേരിയബിൾ വാൽവ് ദൈർഘ്യമെന്ന സാങ്കേതികവിദ്യയും ഇതിൽ അവതരിപ്പിക്കുന്നു.